ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 49-ാം അധ്യായം. സുരഭി കാമധേനു. നമ്മൾ പശു എന്ന് പറയണ അത് എത്ര മഹാത്മ്യമുണ്ട് എന്ന് ഈ ഒരു അധ്യായം കൊണ്ട് പറയാണ്. ഈ ഗോഗ്രാസം, പുല്ല് പശുവിന് തിന്നാനുള്ള ബ്രാഹ്മണ ഭോജനാണ് എന്ന് അത് ദുർവാസാവിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്. കറുകച്ചാറ് മാത്രം, കറുക മാത്രമേ കഴിക്കുള്ളൂ. അതാണ് പശുവിനെ പറ്റിയിട്ട് പറയണു. 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പശുവിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ കാമധേനു ഉണ്ടായത് ആയിട്ട് പറയണു. അതായത് അങ്കിരസിന് ഈ അങ്കിരസ് സ്ഥാപകനായിട്ടുള്ള അങ്കിരസ് മഹർഷിക്ക് യാഗം വേണം എന്ന് ഒരു മോഹം. അപ്പോൾ ഭഗവാൻ എന്താ സമർപ്പിക്കുക? ഭഗവാനെ തന്നെ സ്മരിച്ചു. ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കണം വെച്ചാൽ ഭഗവാനിൽ നിന്ന് കിട്ടിയല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഭഗവാൻ തന്നെ പശുരൂപത്തിൽ പ്രത്യക്ഷനായി അങ്കിരസ് മഹർഷിക്ക്. എന്നിട്ട് വൈഷ്ണവിയായ സുരഭി, വൈഷ്ണവി എന്ന് സുരഭിക്ക് പേരുണ്ടേ, ആ ഭഗവാന്റെ ഇടതുഭാഗം സർവകാമദുഃഖയാണ്. അങ്ങനെയുള്ള ആ കാമധേനു സർവകാമദുഹേ ദേവി സർവതീർത്ഥാഭിഷേചനി പാവനേ സുരഭിശ്രേഷ്ഠേ ദേവി തുഭ്യം നമോ നമ. ഇപ്പോൾ വൈഷ്ണവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു തന്നെയാണ്, വിഷ്ണുവിൽ നിന്നും ഉണ്ടായത്. ആ വിഷ്ണു സങ്കല്പത്തിലുള്ള ഈ കാമധേനു ഭൂമിക്ക് സമയാണ്. പ്രദക്ഷിണീകൃതാതേന സപ്തദ്വീപാവസുന്ധര കാമദോഗ്ധ്രീ സ്വയം കാമദോഗ്ധ്രീ സന്നിഹിതാമത. ആ കാമധേനുവിനെ, പശുവിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഭൂപ്രദക്ഷിണം ചെയ്ത ഫലം കിട്ടുന്ന. അതേപോലെ കൃഷ്ണന് ഒരിക്കൽ പാല് കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ കൃഷ്ണൻ്റെ ഇടതുഭാഗത്ത് നിന്നുണ്ടായി എന്നാണ്. ആ പശു കാമധേനു അതിനെ സുദാമാവ് കറന്നു. എന്നിട്ട് കൃഷ്ണ പാല് കൊടുത്തു. അപ്പോൾ ആ പാത്രം ഒന്നിങ്ങനെ തുളുമ്പിത്രേ, നിറച്ച് കിട്ടി. തുളുമ്പിയപ്പോൾ ഒരു തുള്ളി താഴേക്ക് വീണു. അതാണ് പാലാഴിയായത്. അപ്പോൾ പാലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതാണ്. അത് ഈ സുദാമാവ് കറന്ന പാലിൻ്റെ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി പോയതാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ഗോലോകത്തിലെ ആ കാമധേനുവിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ, ആ പാലിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതേപോലെ പാലാഴിയിൽ പൊന്തി വന്നു. പാലാഴി മഥന കഥയിലുള്ള ഒരു കഥയാണ്, ഋഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാമധേനു. അതേപോലെ ത്രിപുരാന്തക വധത്തിന് വേണ്ടിയിട്ട് ഈ ഭഗവാൻ പശുവായി, ബ്രഹ്മാവ് കാളക്കൂട്ടനായി. എന്നിട്ട് മയം നിർമ്മിച്ചതായിട്ടുള്ള ഈ മൃതസഞ്ജീവനി കൂപം, ഒരു കിണറ്റിൽ നിറച്ച് മൃതസഞ്ജീവനി ജല, മരിക്കുന്ന അസുരന്മാരെയൊക്കെ അതിൽ മുക്കിയിട്ട് ഈ വെള്ളം കൊണ്ട് രക്ഷിക്കും, വീണ്ടും ജീവിപ്പിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പശുവായി, കാമധേനുവായി എന്നാ. വിഷ്ണു പശുവും ബ്രഹ്മാവും കാളക്കുട്ടനുമായിട്ട് ത്രിപുരാന്തകന് വേണ്ടിയിട്ട്, ത്രിപുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട്, മഹാദേവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പശുവായി എന്നാണ്. ഇങ്ങനെ 4 തരത്തിൽ കാമധേനുവിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ പശുദാനം ചെയ്യുക എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബ്രാഹ്മണർ ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു മന്ത്രം വളരെ പ്രസിദ്ധമാണ്. ഗവാമംഗേഷു തിഷ്ഠന്തി ഭുവനാനി ചതുർദശ തസ്മാദസ്യാ പ്രദാനേന അധഃശാന്തിം പ്രയച്ഛമേ ത്വം തം ബ്രഹ്മണസ്പദേ ദേവ ഇന്ദ്രശ്ചമർത്യം ദക്ഷിണാപാത്വം ഹസ ഉച്ചാദിവി ദക്ഷിണാവന്തോ അസ്തുര്യേ അശ്വതാ സഹദേ സൂര്യേണ ഹിരണ്യദാ അമൃതത്വം ഭജന്തേ വാസോദാ സോമ പ്രതിരന്ത ആയു സുരഭി വൈഷ്ണവീ മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിത ഗോദാനന്തു മയാ ദത്തം മമ പാപം വ്യപോഹതു. പശുവിനെ പൂജിക്കുന്നത് ദീപാവലിയുടെ പിറ്റേന്നാണ് എന്ന് പറയാറുണ്ട്. ഗോപൂജയ്ക്ക് കൊല്ലത്തിലൊരിക്കൽ ഗോപൂജ ചെയ്യുന്ന ആൾക്കാർക്ക് ദീപാവലിയുടെ പിറ്റേന്നാണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു നിയമമുണ്ട്. അതൊക്കെ ഈ അധ്യായത്തിൽ പറയണമുണ്ട്. നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം.
ശ്രീ നാരദൻ ഗോലോകാഗതയാമ കാമധേനു ആരും നുരയ്ക്ക നീ തജ്ജന്മചരിതം കേൾക്കാനുണ്ടെനിക്കാഗ്രഹം വിഭോ. നാരായണൻ ഗോക്കൾ തന്നാദ്യ ജനനി തദധിഷ്ഠാതൃദേവത ഗോമുഖയാമ സുരഭി ഗോലോകത്തിൽ പിറന്നവൾ പണ്ട് വൃന്ദാവനം തന്നിൽ ഗോവുകൾക്കൊക്കെ ആദ്യമായി പിറന്നോരവൾ തൻ പൂർവചരിതം കേൾക്ക ചൊല്ലുവൻ. ആനായ നാരിമാർ ചൂഴും രാധയോടൊത്തു കൗതുകാൽ വൃന്ദാവനത്തിലാ രാധാമണാളൻ ചെന്നിതേകത രഹക്കേളിയില സ്വേച്ഛാമയൻ മുഴുകി വാഴുകവേ പെട്ടെന്നുണ്ടായി കൃഷ്ണന് പയപ്പാനത്തിനാഗ്രഹം. സൃഷ്ടിച്ചൂലീലയാൽ തൻ്റെ വാമപാർശ്വത്തിൽ നിന്നുടൻ മനോരഥാഖ്യനാം കാളക്കുഞ്ഞൊത്ത കാമധേനുവേ. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. അത് ഗോലോകത്തിലെ വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ്, നമ്മുടെ ഭാരതത്തിലെ വൃന്ദാവനത്തിൽ വെച്ചിട്ടല്ല. സുധതോൽക്കം നറും ക്ഷീരം ജന്മമൃത്യുജരാപഹം കറന്നു പുതുപാത്രത്തിൽ സുധാമാവാശു നാരദ രുചിയേറുന്നൊരപ്പൈമ്പാൽ കുടിച്ചു ഭഗവാൻ സ്വയം പാത്രം വഴുതി വീണുണ്ടായി പാൽ തടാകവുമൊന്നുടൻ നീളവും വീതിയും മുറ്റും ശതയോജനയാർന്നതായി ഗോലോകത്തിലെ ഈ കേളിയേറും ക്ഷീരസരോവരം രാധയ്ക്കും ഗോപികൾക്കും നൽ ക്രീഡാവാപികയായി മുനെ ശ്രേഷ്ഠരത്നാപൂർണവുമായി. പിന്നെ ഭഗവതിച്ഛയാൽ ഗോവിന്ദോമകൂപങ്ങൾ തോറുമുണ്ടായി തൽക്ഷണം ഗോപന്മാർക്കെണ്ണമുള്ളത്ര പൈക്കൽ തൻ ലക്ഷകോടികൾ പൈക്കിടാങ്ങളുമുണ്ടായതെണ്ണമറ്റവ ഇങ്ങനെ ജഗത്തെല്ലാം ഗോക്കളുണ്ടായെന്നു താൻ കേൾപ്പു നാരദ. പൂജിച്ചു ഭഗവാൻ തന്നെ ആദ്യമ കാമധേനുവേ ശ്രീകൃഷ്ണൻ തൻ കൽപ്പനയാൽ പിന്നെ മൂലകങ്ങളും ദീപാവലിക്കു പിറ്റേന്ന് ദുർലഭം ധേനു പൂജയെ നടത്തി പോരുന്നുവെന്നായി ധർമ്മൻ ചൊല്ലിയറിഞ്ഞു ഞാൻ. ധ്യാനം, സ്തോത്രം, മൂലമന്ത്രം, പൂജാവിധികളും മുനെ വേദോക്തമാണ്, അവയെ ഞാനുരയ്ക്കാം കേട്ടുകൊള്ളുക നീ. ഓം സുരഭ്യൈ നമഃ. ഓം സുരഭ്യൈ നമസ്സെന്ന മൂലമന്ത്രം ഷഡക്ഷരം സർവാഭീഷ്ടപ്രദം ലക്ഷം ജപിച്ചാൽ സിദ്ധി കൈവരും. യജുർവേദോക്തമാധ്യാനം പൂജയോ ലോകസമ്മതം വൃദ്ധിയും മുക്തികാമങ്ങളും അതേകിടും. ഗോമാതാവായി ആദ്യയായി തത് അധിഷ്ഠാതൃദേവിയായി വിശ്വമെല്ലാം ശുദ്ധമാക്കും പുണ്യരൂപിണിയാം ശുഭേ ലക്ഷ്മി സ്വരൂപേ പരമേ രാധതൻ സഹചാരിണി സർവകാമപ്രദേ ശുദ്ധേ കാമധേനോ ഭജിപ്പു ഞാൻ. കടത്തിൽ ഗോശിരസിങ്കൽ കെട്ടുകുറ്റിയിൽ അഗ്നിയിൽ സാളഗ്രാമത്തിലോ തണ്ണീരിലോ തൽ പൂജ ചെയ്യണം. ദീപാവലിക്കു പിറ്റേന്ന് കാലത്ത് ആദരപൂർവകം പൂജിക്കണം സുരഭിയെ, എന്നാൽ സംപൂജ്യനായി വരും. ഒരിക്കൽ വാരാഹകൽപ്പത്തിങ്കൽ ക്ഷീരം സമസ്തവും ആയാല കാമധേനു ഹരിക്കേ സുരരാർത്തരായി ബ്രഹ്മലോകത്തിലാ ബ്രഹ്മദേവനെ ചെന്നു വാഴ്ത്തിപോൽ ബ്രഹ്മാജ്ഞയാൽ സുരഭിയെ പിന്നെ പോയി വാഴ്ത്തി വാസവൻ. തൊഴാം ദേവി മഹാദേവി കാമധേനോ തൊഴാം തൊഴാം ഗോക്കൾക്കെല്ലാം ബീജരൂപേ കൈതൊഴാം ജഗദംബികേ. തൊഴാം രാധാപ്രിയേ ദേവി കമലാംശേ നമിച്ചിടാം. തൊഴാം കൃഷ്ണപ്രിയേ ദേവി ഗോമാതാവേ പണിഞ്ഞിടാം. കൽപ്പവല്ലി കണക്കിഷ്ടമെല്ലാമേകും പരാൽപരേ ക്ഷീരദേ ധനദേ ബുദ്ധിപ്രദേ ദേവി പണിഞ്ഞിടാം. ശുഭവും സുഖവും ഗോക്കളെയും നൽകും സനാതനെ കീർത്തികാന്തിപ്രദേ ധർമ്മപ്രദേ ദേവി കൈതൊഴാം തൊഴാം. സ്തോത്രശ്രവണമാത്രത്താൽ തുഷ്ടയായ ജഗൽപ്രസൂ പ്രത്യക്ഷയായി മുതാ ബ്രഹ്മലോകത്തിൽ താൻ സനാതനി. ദുർലഭം വാഞ്ചിതവരം മഹേന്ദ്രൻ നേകി അങ്ങവൾ തിരിച്ചു ഗോലോകത്തേക്കും പിണ്ണോർസ്വപുരികൾക്കുമായി. പെട്ടെന്ന് ദുഗ്ധസമ്പൂർണമായി വിശ്വം സമസ്തവും പാലും നെയ്യും യജ്ഞവുമായി സുഖിച്ചാർ സുരസംഘവും. നമുക്ക് ആഹാരമായിട്ടുള്ളത് ജലവും വായുവും പിന്നെ സസ്യത്തിൽ നിന്നും കിട്ടുന്ന ധാന്യമായാലും ഫലങ്ങളായാലും വേരായാലും കായായാലും ഇലയായാലും വിവിധ തരങ്ങളുള്ള സസ്യജാലങ്ങളിൽ നിന്നാണ് കിട്ടുക. അതേപോലെ പിന്നെ ഒരു ആഹാരമുള്ളത് ഗോരസമാണ്. പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, നെയ്യ്, മോര്, ഇങ്ങനെയാണ് വെണ്ണ 5 പിന്നെ ഗോമൂത്രവും ഈ ചാണകവും മരുന്നാണ് ഇനി. അപ്പോൾ ഗോരസം സസ്യത്തിൽ നിന്നുള്ള സസ്യജന്യമായിട്ടുള്ള ആഹാരം, പിന്നെ ജലം, വായു, ഇതാണ് സ്വയം നമ്മുടെ ഒരു ആഹാരമായിട്ട് വരിക. അതിൽ നിന്നും കിട്ടിയതാണ് നമുക്ക് മുഴുവനെ. പിന്നെ ചില തേന് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഗോരോചനം, തേന്, ഇങ്ങനെ ഒരു വട്ടം. അതൊന്നും ആഹാരം എന്ന് പറയാൻ നിർത്തിയില്ലെങ്കിലും അതൊക്കെ നിർബന്ധമാണ് ഇനി, ഇതൊക്കെ വേണം. അത്രയും പ്രാധാന്യമുണ്ട് പശുവിന് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ സ്വർഗത്തിൽ ഇങ്ങനെ പശു തൻ്റെ ഈ ഗോരസത്തെ ഒന്ന് പിൻവലിച്ചപ്പോൾ എല്ലാവർക്കും വലിയ വിഷമായി.
ഇന്ദ്രലോകത്തിൽ ദേവലോകത്തിൽ അവിടെ ആജ്യം മാത്രമേ കഴിക്കുള്ളൂ, നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവിടെ പാലും പാലുൽപ്പന്നങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് സാരം. അതാണ്. അത് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ വിഷമായി. പിന്നെ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ഇന്ദ്രൻ ഗോപൂജ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഗോമാതാവിൻ്റെ പ്രീതി കിട്ടുകയും ചെയ്തു. പശു തിരിച്ചു വന്നു, എല്ലാവർക്കും ഗോരസങ്ങളെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ദേവീദേവന്മാരെല്ലാവരും അവിടെ ശൈവം, വൈഷ്ണവം, കൃഷ്ണൻ, ശാക്തേയം എല്ലാവരും ഒരേപോലെ തന്നെ സന്തോഷിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയാണ്. വൻ പുണ്യമേകുമീ സ്തോത്രം ഭക്തിപൂർവം പഠിപ്പവൻ ഗോക്കളും ധനവും പുത്രന്മാരും കീർത്തിയുമാർന്നിടും നേടും തീർത്ഥസ്നാനഫലം യജ്ഞദീക്ഷാഫലങ്ങളും ഭുജിക്കും ഐഹികാനന്ദം ഗോലോകവുമണഞ്ഞിടും അവിടെ സുചിരം വാണ് ചെയ്തിടും കൃഷ്ണസേവനം ബ്രഹ്മപുത്രനുമാം പിന്നെ പുനർജന്മം വരാവിധം സുരഭ്യുപാഖ്യാനം എന്ന 49-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇനി ഈ 9-ാമത്തെ സ്കന്ധത്തിലെ 2 കാര്യങ്ങളും കൂടിയാണ് പറയാനുള്ളത്. അത് രണ്ടും കൂടിയിട്ട് ഒരു അധ്യായത്തിൽ വെച്ചെടുക്കുകയാണ്, ദുർഗയും രാധയും. അപ്പോൾ ഗണേശൻ അമ്മയാൻ ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി ഏവം അഞ്ചത്രേ സൃഷ്ടികാലത്ത് ദേവിമാർ. അപ്പോൾ അതിൽ രാധയെയും ദുർഗയെയും വിസ്തരിച്ച് പറയുകയാണ്. മുഴുവൻ പറയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് രണ്ടും കൂടിയിട്ട് ഒരു അധ്യായം കൊണ്ടാണ് പറഞ്ഞു. 7 അംശം, 8 ദൂതി, ലക്ഷ്മി, അഷ്ടലക്ഷ്മി, 9 ദുർഗ, 16 കല, 32 ശക്തി, 64 കല, ദേവിമാർ കാളി, ലക്ഷ്മി, വാണി, ദുർഗ. അതേപോലെ ദേവിമാരുടെ പ്രത്യേകമായിട്ടുള്ള പല ഭാവങ്ങളും നമ്മൾ കേട്ടു. 2 കൈയുള്ള രാധ, രാത്നോതി, സാധയതി എന്നുള്ള അർത്ഥത്തിൽ രാധ പ്രാണനായിട്ട് ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് ചേർന്ന് നിൽക്കണു. ദുർഗ ബുദ്ധിയായിട്ട്, വിഘ്നനാശിനിയായിട്ട്, ദുഃഖഹന്ത്രിയായിട്ട്, വിഷ്ണുമായയായിട്ട് ആപത്ത് തീർക്കുന്ന ആ ഭാവത്തിൽ ദുർഗയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിഷ്ണുമായ, ആ വിഷ്ണുമായ തന്നെയാണ് ഈ പ്രകൃതി ഈശ്വരി. വിഷ്ണുമായയിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായത്. നമ്മൾ കുറേ കാര്യങ്ങളിപ്പോൾ അതിൽ കേട്ടു. മനസ മംഗളചണ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഷഷ്ഠി, ഇതൊക്കെ ദുർഗാ അംശങ്ങളാണ്. ഇങ്ങനെ ധാരാളം ദുർഗാപൂജ എല്ലാ ബ്രാഹ്മണ ഗ്രഹങ്ങളിലും എന്നും നടക്കുന്നു എന്നാണ്. ഇപ്പോൾ ദുർഗയെ സ്മരിക്കുകയേ വേണ്ടു. ആ ദുർഗ തന്നെയാണ് നമ്മൾ ഈ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന് മൂലമന്ത്രത്തിലും പറയണത്. അപ്പോൾ അത് മുഴുവനെ പറയുക എന്നുള്ളത് എളുപ്പമല്ല. അതേപോലെ തന്നെ രമ, അതേപോലെ ഭൂമി, ധര, ഈ രണ്ടും ചേർന്നതാണ് രാധ എന്ന് പറയാറുണ്ട്. രകാരം രമയായിട്ടും ആകാരം ആ വസ്തുക്കളുടെ ക്രീഡ, ആദിഗോപിയുടെ രാസക്രീഡ. ഇത് ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കളെ കൊടുക്കുന്നതായിട്ടുള്ള ഭാവമാണ്, രമിപ്പിക്കുക എന്ന ഭാവമാണ് ലക്ഷ്മിയുടെ രമ എന്ന ആ അവതാരം പാലാഴിമതനത്തിലുണ്ടായത്. ആ രമയുടെ രകാരം, ആ രമയാൽ കൊടുക്കപ്പെടുന്ന വസ്തുക്കളുടെ സമൃദ്ധി, സമ്പൽ സമൃദ്ധി, അത് ആകാരം. അതെല്ലാം എവിടെയാണ് കിട്ടുക? ധരയിലാണ്. ധര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി. ഭൂമിയുടെ ധരയിലെ ആ ധകാരം രാധ, അതിൽ ആകാരം അത് നദിയായിട്ട്, വിരജയായിട്ട്, ജലം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കണം. ജലം ജീവൻ്റെ ആധാരമാണ്. ഇപ്പോൾ ഭൂമിയിൽ ജീവൻ ദേഹം സ്വീകരിച്ചുകൊണ്ട് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ സ്വീകരിക്കുന്നു, പ്രാരബ്ധം തീർക്കുന്നു. ഇപ്പോൾ രാധയ്ക്ക് അത്രയും പ്രാധാന്യം. ഓം ഹ്രീം രാധായേ സ്വാഹ എന്ന 6 അക്ഷരമുള്ളതായിട്ടുള്ള മന്ത്രം, ഓം ഹ്രീം ദുർഗായേ നമ എന്ന ദുർഗാദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള മന്ത്രം. ദുർഗാദേവിയും ശരണമഹം പ്രപദ്യേ, വേറെ ആരുമില്ല ശരണം. അങ്ങനെയുള്ള ആ 2 അധ്യായങ്ങൾ പാരായണം ചെയ്യാം. അതെങ്ങനെയാണ് പറയേണ്ടത് ചോദിച്ചാൽ ശരിയ അത്ര അങ്ങനെയാണ്. 12 വയസ്സ് രാധയ്ക്ക്, 16 വയസ്സ് ദുർഗയ്ക്ക്, അങ്ങനെയാണ് സാധാരണ കാണാറ്. അതേപോലെ 2 കൈ, 10 കൈ, ഇങ്ങനെയൊക്കെയാണ്.
ദുർഗ തന്നെ 4ആയിട്ട് കാളി, ലക്ഷ്മി, വാണി, ദുർഗ. അവിടെ ഭ്രാമരിയുണ്ട്, ഒക്കെ അതിൽ പെടും. ഭീമ, ഭ്രാമരി, അതൊക്കെ ദേവി മഹാത്മ്യത്തിലെ കഥയിൽ പറയുന്നുണ്ട്. അതൊക്കെ അതിൽ പെട്ടതാണ്. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ശ്രീ നാരദൻ. ഓം. ഇത് 9ാം സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ്, 50ാമത്തെ അധ്യായമാണ്. ഓം. നാരദൻ. ദേവിമാർ തന്നുപാഖ്യാനമുള്ള പോൽ കേട്ടിതൊക്കെയും നശിക്കുമല്ലോ സംസാരബന്ധങ്ങൾ അവ കേൾക്കുകിൽ. രാധാദുർഗകൾ തൻ വേദഗോപ്യം നിഗമസമ്മതം പൂജാക്രമം ഗൂഢം കേൾക്കാനുണ്ടാഗ്രഹം വിഭോ. ആ 2 പേർ തൻ മഹാത്മ്യം ഭവാൻ വർണ്ണിച്ചത് ഏറ്റവും കേട്ടാൽ അതിങ്കലാർക്കുള്ളം മുങ്ങിപ്പോകാതിരുന്നിടും. ആർ തന്നംശം വിശ്വഭാണ്ഡം ആർ ഭരിപ്പൂ ചരാചരം ഭക്തിയേതാൽ മുക്തിയുണ്ടാം ചൊൽക തൻ മന്ത്രപൂജനീ. നാരായണൻ. വേദസമ്മതമഗൂഢവിധി ചൊൽവൻ ശ്രവിക്കനീ. ചൊന്നില്ല ഞാനിതാരോടും സാരാൽ സാരം പരാൽപരം മറ്റാരോടും ഇതോതല്ല രഹസ്യമിതു സർവഥാ മൂലപ്രകൃതിയാം സംവിത്തിങ്കൽ നിന്നാദി സൃഷ്ടിയിൽ ഉണ്ടായി ശക്തിദ്വയം പ്രാണബുദ്ധികൾ കഥിദൈവമായി ജീവജാലങ്ങളെ സർവം നിയന്ത്രിപ്പവരാണവർ. അപ്പോൾ രാധ എന്നുള്ളത് പ്രാണനും ബുദ്ധി ആയിട്ട് ദുർഗയും ഇങ്ങനെയാണ് വന്നത്. വിരാട് പുമാൻ തൊട്ടിങ്ങോട്ട ചരാചരമശേഷവും തത് അധീനം ലഭിക്കാത്തൽ കൃപയില്ലാതെ മോക്ഷവും. അതിനാൽ തൽ പ്രസാദാർത്ഥം ഭജിക്കുക അവരെ സദാ. ആദ്യം രാധാമന്ത്രമോദാം ഭക്തിയാ കേൾക്കുക നാരദ. ശ്രീരാധേതി ചതുർത്ഥ്യന്തം വഹ്നിജായായുധം പരം. വഹ്നിജായായുധം പരം ഷഡക്ഷരം മഹാമന്ത്രം ധർമാദ്യർത്ഥപ്രകാശകം പരാൽപരം ബ്രഹ്മവിഷ്ണു ആദികളാൽ നിത്യസേവിതം മായാബീജാദികമത് സർവാഭീഷ്ടപ്രദം മുനേ. ഓം ശ്രീ രാധായൈ നമഃ. ഓം ഹ്രീം രാധായൈ സ്വാഹ എന്ന് ഉപാസനാമന്ത്രം. ഓം ഹ്രീം രാധായൈ സ്വാഹ. ശ്രീ മഹാദേവേ നമഃ. പരാൽപരം ബ്രഹ്മവിഷ്ണു ആദികളാൽ നിത്യസേവിതം മായാബീജാദികം അത് സർവാഭീഷ്ടപ്രദം മുനേ. കോടിക്കണക്കിൽ മുഖവും ജിഹ്വയും കൊണ്ടുരക്കിലും ഇതിൻ മഹാത്മ്യമേതാനും വർണ്ണിക്കാനും തുലോം പണി. ഗോലോകത്തിങ്കലാ രാസമണ്ഡലം തന്നിൽ ആദ്യമായി ഉപദേശിച്ചത് ഈ മന്ത്രം കൃഷ്ണൻ മൂലദേവിയാൽ. കൃഷ്ണൻ വിഷ്ണുവിനും വിഷ്ണു വിരാട്ടിനും വിധിക്കുമായി വിധി ധർമ്മനും അവനിങ്ങെനിക്കും ഇത് നൽകിനാൻ. ഋഷിയായി എന്നെ ഓതുന്നിതാ മന്ത്രം ഞാൻ ജപിക്കയാൽ ബ്രഹ്മാദിദേവന്മാരെല്ലാം ധ്യാനിപ്പൂ രാധയെ സദാ. രാധാർച്ച കൂടാതെ ആരും കൃഷ്ണപൂജ അർഹനായിട. അതിനാൽ ഹരിഭക്തന്മാർ ചെയ്യണം രാധികാർച്ചനം. അപ്പം അങ്ങനെയാണ്, രാധയെയാണ് ആദ്യം പൂജിക്കുക, പിന്നെയാണ് കൃഷ്ണനെ പൂജിക്കാവൂ. അപ്പോൾ ഈ രാധാപൂജാദി കാര്യങ്ങളൊക്കെ പരമ്പരയായിട്ട് ഉപദേശം കൊടുത്തു വന്നത് അമ്മ ശ്രീകൃഷ്ണൻ. ലക്ഷ്മിയാണ് ഈ ആലില കൃഷ്ണന് ഉപദേശിച്ചത്. കൃഷ്ണനാണ് വിഷ്ണുവിന് പറഞ്ഞു കൊടുത്തത്. വിഷ്ണുവാണ് വിരാട്ടിന്. അതുപോലെ വിരാട്ട് ബ്രഹ്മാവിന്, ബ്രഹ്മാവ് ധർമ്മന്, ധർമ്മൻ നാരായണന്, നാരായണൻ നാരദന്, നാരദൻ വ്യാസന്, വ്യാസൻ ജനമേജയന്, അതേപോലെ വ്യാസൻ സൂതന്, ശുഗന്, അതുപോലെ സൂതൻ ശൗനകന്. ഇങ്ങനെയാണ് പരമ്പര. അമ്മ കൃഷ്ണൻ, വിഷ്ണു, വിരാട്ട്, ബ്രഹ്മാവ്, ധർമ്മൻ, നാരായണൻ, നാരദൻ, വ്യാസൻ ജനമേജയൻ, വ്യാസൻ സൂതന്, വ്യാസൻ ശുഗന്, സൂതൻ ശൗനകന്. ഇതാണ് പരമ്പര. രാധാർച്ച കൂടാതെ ആരും കൃഷ്ണപൂജ അർഹനായിട. അതിനാൽ ഹരിഭക്തന്മാർ ചെയ്യണം രാധികാർച്ചനം. കൃഷ്ണപ്രാണേശ്വരി അവൾക്കധീനൻ സതതം വിഭു. ആരാസേശ്വരിയോടൊത്തേ നിൽക്കൂ ശ്രീകൃഷ്ണൻ എപ്പോഴും സാധിപ്പിപ്പൂ കാമമെല്ലാം. അതിനാൽ രാധയായവൾ ഇതിലോതുന്ന മന്ത്രങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് ഋഷി. ഇപ്പോൾ ഈ 9ാം സ്കന്ധത്തിൽ അനവധി മന്ത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദേവിമാർക്കും ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഋഷി ഈ നരനാരായണന്മാർ. നാരായണൻ തന്നെയാണ് ഋഷി. ദേവത അതാത് ദേവന്മാർ, അതാത് ദേവികൾ. മറ്റേ ഛന്ദസ്സുകൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ടാവും. ശ്രീനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദ രാധാദേവത. ഇപ്പോൾ മിക്കവാറും ഒക്കെ ഗായത്രി തന്നെയാവും ഇതിൻ്റെയൊക്കെ ഛന്ദസ് വരിക. വളരെ അപൂർവമായിട്ട് വല്ല വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. സാധിപ്പിപ്പൂ കാമമെല്ലാം അതിനാൽ രാധയായവൾ ഇതിലോതുന്ന മന്ത്രങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് ഋഷി. ഛന്ദസ് ദേവി ഗായത്രി. രാധ താൻ ഇതിൽ ദേവത. ഓം എന്നു ബീജം, ഹ്രീം ശക്തി, ശ്രീം എന്നുള്ളതു കീലകം.
ഷഡംഗന്യാസവും മൂലമന്ത്രത്താൽ താൻ നടത്തണം. രാസനായികയാം രാധാദേവിയെ പിന്നെ നാരദാധ്യാനിക്കണം. മുൻചൊന്നോണം സാമവേദോക്തമാം വിധം. പാലൊളിത്തിങ്കൾ വദനം പോൽത്താരായതലോചനം. വെൺചമ്പക നിറം കോടിത്തിങ്കൾ കുളിരണിക്കതിർ ചീർത്ത പിന്നര ബിംബോഷ്ടം കിലുങ്ങും മണികാഞ്ചിയം. മുല്ലപ്പൂ മുട്ടുപോൽ വെണ്മ തിരളും ദന്തപങ്ക്തിയും. തങ്കപ്പൂം പട്ടുമേലങ്കി വെള്ളപ്പട്ടുടയാടയും. ഹസ്തിമസ്തകമൊക്കും പോർക്കൊങ്ക തൂമന്ദഹാസവും. പിച്ചിപ്പൂമാലയും മുല്ലമാലയും ചേർന്ന വാർക്കുഴൽ രത്നഭൂഷയും. എന്നെന്നും മങ്ങാതുള്ള ചെറുപ്പവും പരാഭയങ്ങൾ കാണിക്കും കൈകളും പൂണ്ട സുന്ദരി വയസ്സീരാറെന്നുമുള്ളോൾ. ഭക്താനുഗ്രഹ കാതര രാസമണ്ഡല മധ്യസ്ഥ സുകുമാരാംഗവല്ലിയാൽ. ശൃംഗാരത്തേൻ കുഴമ്പായോൾ ഗോപീമണ്ഡല നായിക രത്നസിംഹാസനാസീന കൃഷ്ണപ്രാണാധികേശ്വരി. വേദം വാഴ്ത്തുന്നോരവളെ ഏവം ധ്യാനിച്ചു വേണ്ട പോൽ. കടം അഷ്ടദളം യന്ത്രം ശില എന്നിവയൊന്നിലായി ആവാഹിച്ചേകണം. മൂലമന്ത്രത്താൽ ആസനാദികൾ പിന്നെ പാദത്തിലായി പാദ്യം നൽകണം. തദനന്തരം മൂർധാവിലർഘ്യവും മൂലമന്ത്രം കൊണ്ടേകണം. മുനെ മുഖത്തിലേകണം 3 വട്ടം ആചമനീയകം. കറക്കും ഒരു ഗോവൊത്ത് മധുപർക്കവും ഏകണം. സങ്കല്പത്താൽ കുളിമുറിങ്കൽ പിന്നെ നയിച്ചുടൻ അഭ്യങ്കാദി സ്നാനവിധി കൽപ്പിച്ചേകണം. ആടകൾ പിന്നെ ചന്ദനവും ചാത്തി നാനാഭൂഷകളേകണം. തുളസീമാല്യവും നാനാപുഷ്പമാലകളും തഥാ പൊൻതാമരപ്പൂവിതളും മന്ദാരപ്പൂവുമേകണം. അഗ്നീശാസുരവായവ്യ കോണമധ്യത്തിലായി മുനെ വെടിപ്പായി പരിവാരാർച്ച ചെയ്തിട്ട് ഇതളിങ്കലായി പൂജിക്കണം. വലത്തോട്ടായി അംഗദേവതമാരെയും മാലാവതീ ദേവി. മുമ്പിൽ അഗ്നികോണത്തിൽ മാധവി. തെക്കേദളം രത്നമാല. നൈഋതത്തിൽ സുശീലയും പിന്തളത്തിൽ ശശികല. പിന്നെ വായവ്യകോണിലായി പാരിജാതാദേവി പരാവതി. ഉത്തരദിക്കിലും ഈശാനത്തിൽ സുന്ദരി. ഈ ക്രമത്തിൽ പൂജ ചെയ്യണം. അപ്പോൾ ഇവിടെ അമ്മയെ രാധയെ പൂജിക്കേണ്ടതായിട്ടുള്ള രീതിയാണ് പറഞ്ഞത്. 16 ഉപചാരത്തോട് കൂടിയിട്ടുള്ള പൂജ പരിവാര സമേതം വേണം. പിന്നെ 8 ഇതൾ വെച്ചാൽ ഈ അഷ്ടതളിട്ടിട്ടാണ് വേണ്ടത്. കിഴക്ക് ഭാഗം മാലാവതിക്ക്, അഗ്നികോണിൽ മാധവി, തെക്കേ രത്നമാല, നിരൃതി കോണിൽ സുശീല, പടിഞ്ഞാറ് ശശികല, വായുകോണിൽ പാരിജാത, വടക്ക് പരാവതി, ഈശാനകോണിൽ സുന്ദരി. ഇങ്ങനെ ഈ പാർഷദന്മാരെന്ന് പറയും, തോഴികളായിട്ട് രാധയ്ക്കുണ്ട്. അത് അഷ്ടഗോപികമാർ അവർ തന്നെയായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. അതിപ്പോൾ നമുക്ക് പ്രമാണമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് തന്നെയാവും അത്. ആ രാധയെ ഓം ശ്രീം ഹ്രീം രാധായേ സ്വാഹ അല്ലെങ്കിൽ ഓം ഹ്രീം രാധായേ സ്വാഹ, ആ രാധയെ ഇതുപോലെ പൂജിക്കണമെന്നാണ്. അഷ്ടദിക്പാലകന്മാരുടെ പ്രഭാവം മുഴുവൻ അല്ലെങ്കിൽ എല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്വതേ രാധ തന്നെയാണ്. ആ അർത്ഥത്തിൽ വേണം ഇങ്ങനെയൊക്കെ പൂജിക്കാൻ. അതാണ് സപരിവാര പൂജയായിട്ട് ചെയ്യണമെന്നൊക്കെ പറയാനുള്ള കാരണം. പിന്നെ ആയുധം വേണം, ആടയാഭരണങ്ങൾ, ഇരിപ്പിടം, കുറിക്കൂട്ടുകൾ, ഇങ്ങനെ വിശേഷപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കൊടുത്തും കൊണ്ട് വേണം 16 ഉപചാരത്തോടു കൂടിയിട്ടുള്ള പൂജ. ബ്രാഹ്മി തൊട്ടോരെ വെളിയിൽ ദിക്പരെ ഭൂപുരത്തിലും സ്വസ്വവജ്രാദ്യ ആയുധങ്ങളൊത്ത് പൂജിക്കണം ബുധൻ. ഏവം ചുഴപ്പെട്ട ദേവി തന്നെ പിന്നീടു സാധനം രാജോപചാരങ്ങളൊത്ത് പൂജിപ്പൂ മതിമാൻ നരൻ. ഇപ്പോൾ രാധയ്ക്ക് പൂജ ചെയ്യുമ്പോൾ മറ്റെല്ലാ ദേവസങ്കല്പങ്ങളും പുറമേ നിൽക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർക്കും കൂടി കൊടുത്തുകൊണ്ട് വേണം ഈ രാധയ്ക്ക് പൂജിക്കാൻ. അത്രയും പ്രാധാന്യമുണ്ട്. എല്ലാവരും രാധയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണേ. അതാണ് സഹസ്രനാമ സ്തോത്രാദി കൊണ്ട് പിന്നെ സ്തുതിക്കണം, ജപിക്കണം മൂലമന്ത്രം. സഹസ്രമൊരു നിത്യവും ഓം ഹ്രീം രാധായേ സ്വാഹ എന്ന് 1000 തവണ ജപിക്കണമെന്ന്. രാസേശിയാം രാധയെ ഈ മട്ട് പൂജിച്ചിടുന്നവൻ ശ്രീവിഷ്ണു തുല്യനായി തീർന്ന് ഗോലോകത്തിലണഞ്ഞിടും. രാധാജന്മോത്സവം വൃശ്ചികത്തിലെ പൗർണമാസിയിൽ കൊണ്ടാടുന്നോന്ന് രാസേശി നൂനം പ്രത്യക്ഷയായി വരും. ഏതോ സംഗതിയാൽ രാധ വൃഷഭാനുതനൂജയായി പിറന്നിതെങ്കിലും അവൾ എന്നും ഗോലോകവാസിനി. ഒരക്ഷരത്തിനു 1,00,000 വീതം മന്ത്രജപത്തിന് പുരശ്ചര്യാ കർമ്മം. അതിൽ 10-1 ജപിച്ചുതാൻ. തിലം ത്രിമധുരത്തോട് ചേർത്ത് ചെയ്യുക ഹോമവും. ഇപ്പോൾ എള്ള് ത്രിമധുരത്തോട് ചേർത്തിട്ട് 60 ലക്ഷമൊക്കെ ഹോമിക്കണം എന്നാ, അല്ലെങ്കിൽ 6 ലക്ഷമെങ്കിലും. ഈ അക്ഷരലക്ഷം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ ഹോമിച്ച് പൂജ ചെയ്താൽ, അപ്പോൾ ഹോമം വേണം, ജപം വേണം, അർച്ചന വേണം.
ഇങ്ങനെ പിന്നെ ഈ 16 ഇതിൽ ബാക്കിയുള്ളതൊക്കെ വേണം കേട്ടോ. ഈ ദ്വാദശനാമക്കാർ കഴിച്ചുവിട്ട് തുടങ്ങിയിട്ട് സകല കാര്യങ്ങളും വേണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നിയമേ. മുഴുവൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് രാധ അവിടെ വന്നത്. ശാപം സുധാമാവ് കൊടുത്തതാണ്, അതിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. 100 വർഷം ദേവത എന്നുള്ള ബോധമില്ലാത്ത രീതിയിൽ കൃഷ്ണവിരഹം അനുഭവിച്ചുകൊണ്ട് ഭൂവാസം അനുഭവിക്കാൻ ഇടവരട്ടെ എന്നാണ് സുധാമാവ് ശപിച്ചതേ. അത് ഇതിൽ ദേവീഭാഗവതത്തിൽ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏതായാലും ആ രാധ അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അത് വേണ്ട, എല്ലാ മാസവും നമ്മൾ തമ്മിൽ കൂടിച്ചേരും. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം എന്നും രാസക്രീഡ ചെയ്തുകൊണ്ട് കൃഷ്ണൻ രാധയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മറവി 29 ദിവസവും ഒരു ദിവസം ഓർമ്മയിലും ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അതന്നെ സഹിക്കാൻ വയ്യാത്രേ രാധയ്ക്ക്. അപ്പോൾ കൃഷ്ണൻ അത് അനുവദിച്ചു കൊടുത്തു എന്നാണ്. ഇതിലങ്ങനെ സൂചിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാരദൻ രാധാപ്രീതികരം സ്തോത്രം ഓതിയാലും മഹാമതേ ശ്രീനാരായണൻ കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗാ പത്മാവതി രൂപേ ഷഷ്ഠി മംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരയേറ്റണേ. അപ്പോൾ ഈ രാധയെ സ്തുതിക്കുമ്പോൾ ദുർഗേ എന്ന് സ്തുതിക്കുന്നു, വിഷ്ണുമായി എന്ന് സ്തുതിക്കുന്നു, മൂലപ്രകൃതി എന്ന് സ്തുതിക്കുന്നു. അതാണ് അപ്പോൾ ഒന്ന് തന്നെയാണ്. തുളസി എന്ന് സ്തുതിക്കുന്നു. ഈ സ്തോത്രം 3 സന്ധ്യയ്ക്കും ചൊല്ലി രാധയെ വാഴ്ത്തുകിൽ ഒന്നും ദുർലഭമായി എന്നും ഒരാൾക്കും ഉണ്ടായിടാ ദൃഢം ദേഹാന്തത്തിൽ അവൻ ഗോലോകത്തിലും പോയി സുഖിച്ചിടും. ഇത് ആരോടും ഉരയ്ക്കായിക രഹസ്യമിതുര സർവഥാ. ശ്രീ മഹാദേവി നമാം. അപ്പോൾ ഈ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്നുള്ളത് രാധയ്ക്കും ദുർഗയ്ക്കും ബാധകമാണ്. അത് 9 നവാർണ മന്ത്രം എന്നാണ് പറയുക. 9 വർണ്ണം ആണ്. ചന്ദ്രവർണ്ണം വാഗ്ഭവം, സൂര്യവർണ്ണം ശക്തി, അഗ്നിവർണ്ണം കാമരാജം, സ്വർണ്ണവർണ്ണം സത്യം, രക്തവർണ്ണം നാദം, നീല, കറുപ്പ്, വെള്ള, ധൂമ്രം. സ്വരൂപത്തെ അവിടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ നാമമായിട്ടും വർണ്ണമായിട്ടും ബീജമായിട്ടും പിന്നെ ശബ്ദബ്രഹ്മമായിട്ടും സങ്കല്പിച്ചുകൊണ്ട് നമിക്കുക, നമസ്കരിക്കുക എന്ന അർത്ഥത്തോട് കൂടി ചേർത്ത് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന് ആ മന്ത്രം. ഇങ്ങനെ രാധയെയും ദുർഗയെയും ഒരേപോലെ തന്നെയാണ് വേണ്ടത് വെച്ചാലും കുറച്ച് ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട് ഇനി ദുർഗാ പൂജയെ വിസ്തരിച്ച് പറയണം. 52 ശ്ലോകങ്ങൾ രാധയെ പറ്റിയിട്ടും 48 ശ്ലോകങ്ങൾ ദുർഗാ പൂജയെ പറ്റിയും പറയണം. 53ാമത്തെ ശ്ലോകം തൊട്ട് ദുർഗാദേവിയാണ് പറയണത്. ഓം ദുർഗാപൂജാവിധാനത്തെ ബ്രഹ്മർഷേ കേട്ടുകൊൾകിനി സ്മരിക്കിൽ താൻ പാഞ്ഞൊളിക്കും വൻ വിപത്തുകൾ സർവവും ഈ ദേവിയെ ഭജിക്കാത്തോരില്ല ആരും ഒരു ദിക്കിലും. സർവോപാസ്യ മഹാശക്തി ശൈവി സർവേശിയാണവൾ സർവാന്തര്യാമിനിയവൾ സർവബുദ്ധി അധിദേവത ദുർഗാപത്തുകളെ തീർപ്പോളാകയാൽ ദുർഗ എന്നവൾ ശൈവന്മാർക്കും വൈഷ്ണവന്മാർക്കും ഉപാസ്യവൾ സന്തതം മൂലദേവീ രൂപയവൾ സൃഷ്ടിസ്ഥിത്യന്തകാരിണി നവാർണം അവൾ തൻ മന്ത്രം ഉത്തമോത്തമമോതുവൻ വാഗ്ഭവം ശംഭൂ വനിതാ കാമബീജമതിൽ പരം ചാമുണ്ടായേ പദം പിന്നെ വിച്ചേ എന്ന അക്ഷരദ്വയം. ഈ മന്ത്രത്തിന് ഋഷികളാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരർ. ഗായത്രി ഉഷ്ണക അനുഷ്ടുപ്പുകളും ഛന്ദസ്സു താൻ മുനേ മഹാകാളി മഹാലക്ഷ്മി മഹാവാണി ഇതിദേവത നന്ദ ശാകംഭരി ഭീമ ത്രയം ശക്തികളവിധം ദുർഗാ ഭ്രാമരിമാർ പിന്നെ രക്തദന്തിക ബീജവും ധർമാർത്ഥകാമമോക്ഷങ്ങൾക്കാണ് ഇതിൻ വിനിയോഗവും. ഋഷി മൗലിയിൽ വക്രത്തിൽ ഛന്ദസ്സും ഹൃത്തിൽ ദേവതാസ്തനങ്ങളെ ശക്തിബീജങ്ങളെയും വിന്യസിക്കണം. ബീജം 3, 4, 2 വർണ്ണവും പൂർണ്ണമന്ത്രവും ജാതിയുക്തം വിന്യസിച്ചും വിധിയുണ്ട് നടത്തുവാൻ. ശിഖ നേത്രദ്വയം കർണം നേത്രദ്വയം കർണം മൂക്ക് വക്രം കുതത്തിലന്യസിക്ക മന്ത്രാക്ഷരങ്ങൾ പിന്നെ സർവാംഗമായുമേ. ഖഡ്ഗചക്ര ഗദാബാണ ചാപശൂല ഭുഷുണ്ഠികൾ ശിരസ്സുലയ്ക്കയും ശംഖും 10 കൈകളിലാണ്ടവൾ. 10 കൈയുള്ള മാതയായിട്ടാണ് ആദ്യത്തെ കാളിയെ കാണിക്കുന്നത്. നീലാഞ്ജനത്തിൻ നിറവും ദേശപാത ആനനങ്ങളും മുക്കണ്ണും ഭൂഷയും പൂണ്ട മഹാകാളികയെ തൊഴാം. ശ്രീ മഹാദേവി നമ. ഓം കാളി ലക്ഷ്മി വാണി എന്ന നിലയ്ക്ക് 3 ആയിട്ട് കണക്കാക്കാണ്. ഒടുക്കം ദുർഗയായിട്ടും.
മധുകൈടഭനാശാർത്ഥം ഈ വിധം വിധി വാഴ്ത്തിയോൾ കാമബീജാകാരയാമ ദുർഗാദേവിയെ വാഴ്ത്തണം. വെല്ലുമമ്പും കുലിശവും പത്മം വേൽ വാളുലക്കയും മഴവും കിണ്ടിയും പാശം അക്ഷമാല സുദർശനം ചർമ്മം പത്മം സുരാപാത്രം കുലിശം മണിശൂലവും കയ്യാണ്ടോൾ തങ്കനിറമോലുന്നോൾ പൊൽത്താരിൽ വാഴുവോൾ മായാബീജാകാരയായ മഹിഷാസുരമർദിനി ഏവം മഹാലക്ഷ്മിയായ ദുർഗയെ കൈവണങ്ങണം. മണിശൂലം ഹലം ശംഖും സുദർശനമുലക്കയും ധനുർബാണങ്ങളും പൂണ്ടോൾ മുല്ലപ്പൂ നിറമാണ്ടവൾ ശുംഭാതിഹന്ത്രി വാഗ്ബീജരൂപ സച്ചിൽ സ്വരൂപിണി മഹാസരസ്വതിയെ ഈ വണ്ണം ധ്യാനിക്കണം സദാ. ഇപ്പോൾ 18 കൈയുള്ള ലക്ഷ്മിയും അതേപോലെ 8 കൈയുള്ള സരസ്വതിയും 10 കൈയുള്ള കാളിയും അവർക്കുള്ള ആയുധങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ദുർഗായന്ത്രം ഇനി ചൊല്ലാം മുക്കോണം പിന്നെ 6 പിന്നീട് അഷ്ടദളം പത്മം മൂവെട്ട് ഇതൾ അനന്തരം ചുറ്റുപാടും ഭൂപുരവും ഏവമായി യന്ത്രനിർമ്മിതി പൂർണ്ണകുംഭം ബാണലിംഗം യന്ത്രം പ്രതിമ ഭാസ്കരൻ സാളഗ്രാമം തൊട്ടവയിൽ ദുർഗയെ പൂജ ചെയ്തിരാം. ജയാദിശക്തികളെയും പീഠത്തിൽ പൂജ ചെയ്യണം. വാണിയോടൊത്തു വിധിയെ മുൻകോണിൽ പൂജ ചെയ്യണം. നൈരുതത്തിങ്കല ലക്ഷ്മിയോടൊത്ത് ഹരിതന്നെയും അർച്ചിക്കണം. വായുകോണിൽ ഉമയോടൊത്ത ശംഭുവെ വലത്ത് വാഹനം സിംഹം ഇടത്ത് മഹിഷാസുരൻ ഏവം പൂജിച്ച് ഷഡ്കോണങ്ങളിലായി അർച്ച ചെയ്യണം. നന്ദ ശാകംഭരി ഭീമ ദുർഗ ഭ്രാമരിമാരെയും രക്തദന്തയെയും പിന്നെ ദളം 8 മുനി ബ്രാഹ്മി മഹേശ്വരി തഥാ നരസിംഹിക വൈഷ്ണവി കൗമാരി വാരാഹി ഐന്ദ്രി ചാമുണ്ടി ഇവരെയുമേ പിന്നെ കിഴക്കാദിയായി 4-6 പത്രങ്ങളിൽ ക്രമാൽ വിഷ്ണുമായ ചേതനകൾ ബുദ്ധി നിദ്രാക്ഷുധാഖ്യകൾ ഛായാപരാ തൃഷ്ണകളും ശാന്തിയും ജാതി ലജ്ജയും ക്ഷാന്തി ശ്രദ്ധ കീർത്തി ലക്ഷ്മി ധൃതി വൃത്തി ശ്രുതി സ്മൃതി ദയയും തുഷ്ടിയും പുഷ്ടി മാതാവും ഭ്രാന്തി ഇങ്ങനെ പിന്നെ ഭൂപുരകോണത്തിൽ ഗണേശൻ ക്ഷേത്രപാലകൻ വടുകൻ യോഗിനിയെയും ബുദ്ധിമാൻ പൂജ ചെയ്യണം. ഇന്ദ്രാദ്യരെ സായുധരായി തദ്ബാഹ്യത്തിലും ഈ വിധം ചൂഴപ്പെട്ടവളായ ദുർഗാദേവിയെ പൂജ ചെയ്യണം. നാനാരാജോപചാരങ്ങൾ അംബാതുഷ്ട്യർത്ഥമേകണം. നവാർണമന്ത്രത്തോടൊത്ത് പിന്നെ ജപിക്കണം. പിന്നെ സപ്തശതീ സ്തോത്രം മുന്നിൽ നിന്നും ജപിക്കണം. അതിന് തുല്യമാം സ്തോത്രമില്ല മൂലകത്തിലും. ഏവം ഓരോ ദിവസവും ദേവിയെ പൂജ ചെയ്യുകൽ സിദ്ധിക്കും പുരുഷാർത്ഥങ്ങൾ 4 എന്നതു നിശ്ചയം. ശ്രീദുർഗാപൂജനം നിന്നോടോതി തന്നേൻ മുനീശ്വര കൃതാർത്ഥനാം നീ ഇതിനാൽ അതുകൊണ്ടിതുരച്ചു ഞാൻ. ഹരിബ്രഹ്മ പ്രമുഖരാം ദേവന്മാരും മനുക്കളും ജ്ഞാനമേറും മുനികളും യോഗിമാർ ആശ്രമസ്ഥരം ലക്ഷ്മി തൊട്ടുള്ളോരുമെല്ലാം ദുർഗയെ താൻ ഭജിക്കയാം. ദുർഗാസ്മൃതി ഇതൊന്നത്രേ ജന്മസാഫല്യദായകം. ഇപ്പോൾ ദുർഗാ സപ്തശതി എന്നാണ് ദേവി മഹാത്മ്യത്തിനെ പറയുക. ലക്ഷ്മി പ്രധാനയാണ്. ആ ലക്ഷ്മി പോലും ദുർഗയെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുർഗയും രാധയും ഒന്നാണ്. അത്രയും കൂടുതൽ വ്യത്യാസമുണ്ട്, അത്രയും കൂടുതൽ സാമ്യമുണ്ട്. തൽപാദാബ്ജം ഭജിച്ചത്രേ 14 മനുക്കളായതും പെണ്ണോർ പൂജ്യന്മാരായി ഭവിച്ചതും. ഏവം പഞ്ചപ്രകൃതികൾ കിഴും ചരിതവും മുനേ ഗൂഢം തത് അംശാഖ്യാനങ്ങളൊത്ത് കഥിച്ചു ഞാൻ. ഇതു കേൾക്കിലോ നേടും ചതുരർത്ഥങ്ങളും പുമാൻ സന്ദേഹമില്ലിതിൽ തെല്ലും സത്യം കഥിപ്പു ഞാൻ. വിദ്യാർത്ഥി വിദ്യവാനാവും പുത്രവാനാം അപുത്രനും എന്തെന്തിച്ഛിച്ചു കേട്ടാലും ലഭിക്കും അവ സർവവും. ദേവി സാന്നിധ്യത്തിൽ വെച്ച് ഈ ആഖ്യാനം നവരാത്രിയിൽ ഭക്തിയാ പഠിപ്പോൻ തൻ പേരിൽ പ്രസാദിക്കും ജഗന്മയി. ഇപ്പോൾ ദേവി ഭാഗവതം ആരാണോ 9 ദിവസം കൊണ്ട് ദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവിയെ പൂജിച്ച് അവിടെ പത്മട്ടെട്ടോ അല്ലെങ്കിൽ കലശത്തിലോ അങ്ങനെയല്ലേ, അങ്ങനെ ദേവി സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ആലിൻ്റെ ചുവട്ടിൽ തുളസിയുടെ ചുവട്ടിൽ കൂവളത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെയല്ലേ ഭക്തന്മാർ തറച്ചുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. അതേപോലെ ബ്രാഹ്മണർ ഇങ്ങനെയുള്ള ആ നദിയുടെ തീരത്ത് പർവ്വതത്തിൻ്റെ തീരത്ത് അങ്ങനെയല്ലേ അവിടെയൊക്കെ ക്ഷേത്രങ്ങളാണ്. അങ്ങനെ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ആരാണോ അത് പാരായണം ചെയ്യുന്നത് അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും എന്നാണ്. വിദ്യാർത്ഥി വിദ്യവാനാവും, പുത്രനില്ലാത്തവർക്ക് പുത്രനെ കിട്ടും. എന്ത് ഇച്ഛിച്ച് ചെയ്താലും ആ ഇച്ഛ നടപ്പാവും എന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഈ ദേവിയെ ആരാ പൂജിക്കാതിരിക്കുക? എല്ലാവരും പൂജിക്കും എന്ന് പറയുകയാണ്. 32 ശക്തി സപ്തമാതൃക്കൾ, 8 ദൂതികൾ, 8 ശക്തികൾ, പിന്നെ 64 കലകൾ, അങ്ങനെയല്ലേ പലതും, 24 നാമങ്ങൾ ഒക്കെ പ്രത്യേകം പലതും ഉണ്ട്. അതൊക്കെ ഈ ദുർഗാപൂജയിൽ ഉൾപ്പെടണം എന്നാണ്.
അധ്യായം ഓരോരോ നാളിലായും പഠിക്കുകിൽ ദേവി പ്രിയങ്കരനവൻ വശത്താക്കും അമ്പയെ കുമാരി വടുകന്മാർ തൻ കൊച്ചു കൈത്താരിനാൽ മുനെ പകുത്തു നോക്കി ശകുനം പരീക്ഷിക്കാമിതിൽ സ്വയം. ഇപ്പോൾ നമ്മളൊരു ജ്യോത്സ്യനെ കാണേണ്ട ഒരു വിഷയം വന്നു എന്ന് കൂട്ടാം. നമ്മൾ പുസ്തകം നിവർത്തിയെടുത്തിട്ട് ഇങ്ങനെ വായിക്കുക. അങ്ങനെ ഒരു 7 അധ്യായമോ 12 അധ്യായമോ ഒക്കെ വായിച്ചിട്ട് ആ പുസ്തകം മടക്കി വയ്ക്കുക. എന്നിട്ട് ഈ കുട്ടികളോട്, കുമാരിമാരോ അല്ലെങ്കിൽ ആൺകുട്ടികളോ ചെറിയ കുട്ടികളോ 10 വയസ്സ് താഴെയുള്ളവർ വേണം, അവർ പകുക്കാൻ വേണ്ടിയിട്ട് പറയുക. പുസ്തകത്തെ പകുക്കുക അങ്ങനെ പതിവുണ്ടല്ലോ. എന്നിട്ട് അതിൽ ഈ വലതു ഭാഗത്തെ പേജിൽ ഇടതു ഭാഗത്തെ കോളത്തിൽ താഴെ 7 വരി എണ്ണുക. എന്നിട്ട് 7ാമത്തെ അക്ഷരം എടുത്തിട്ട് ആ അക്ഷരം തൊട്ട് വായിക്കുക. അപ്പോൾ കിട്ടുന്നതായിട്ടുള്ള കഥ ഈ ഭാവിയുമായിട്ട് ബന്ധപ്പെടുമെന്നാണ്. അങ്ങനെ ശകുനം നോക്കിയിട്ട് ഈ വിധി പറയാൻ സാധിക്കും. അത്ര പ്രാധാന്യമുണ്ട് ഈ ഗ്രന്ഥത്തിന്. കുമാരി വടുകന്മാർ തൻ കൊച്ചു കൈത്താരിനാൽ മുനെ പകുത്തു നോക്കി ശകുനം പരീക്ഷിക്കാമിതിൽ സ്വയം. ആദ്യം വേണ്ടത് ചിന്തിച്ച് ഈ ഗ്രന്ഥത്തെ പൂജ ചെയ്യുക. ജഗദംബികയെ കൂപ്പി വീണ്ടും വീണ്ടും സ്തുതിക്കുക. പൂജിക്കുക. പിന്നെ സുസ്നാതയായ കന്യയെ വേണ്ട പോൽ പൊന്നിൻ ശലാകയെ പിന്നെ ഗ്രന്ഥത്തിങ്കലിടിയിക്കുക. അതിൽ കാണും മട്ടിലുണ്ടാം ശുഭാശുഭമശേഷവും ഉദാസീനതയാണെങ്കിൽ അതും തൽഫലമായി വരും. അതേപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ ഒരു പൊട്ടെന്നോ അല്ലെങ്കിൽ താലിന്നോ അല്ലെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു കഷ്ണം, ഒരു ലോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും, അത് ഈ കന്യകയെ കൊണ്ട് പകുത്ത് വെച്ചിട്ടുള്ള ആ പേജിൽ എവിടെ വെച്ചാൽ ഇടാൻ പറയാം. അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കരുത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വീഴാവുന്ന രീതിയിൽ ആ സ്വർണ്ണശകലം ഇടാൻ പറയാം. അത് എവിടെയാണോ വീഴുന്നത് വെച്ചാൽ ആ ശ്ലോകം തൊട്ടാണ്ട് വായിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഉപരി വരുന്നതായിട്ടുള്ള ഈ ശ്ലോകങ്ങളിൽ ഈ ഭാവി ഫലം അതിലുണ്ടാവുന്ന. അപ്പോൾ അത് ഈ ഉദാസീന വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, കൂടുതൽ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതും അതിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ്. ഇങ്ങനെ അധ്യായം അവിടെ പറഞ്ഞ് സമാപിപ്പിച്ചു. 9ാം സ്കന്ധം ഏറ്റവും പ്രധാനമാണ് ഈ ദേവി ഭാഗവതത്തിൽ. രാധാദുർഗാ മന്ത്ര പൂജാവിധി എന്ന 50ാം അധ്യായം 9ാം സ്കന്ധം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. സിംഹവാഹിനിയായിട്ടുള്ള ദുർഗ, അത് 18 കൈയായാലും 10 കൈയായാലും 8 കൈയായാലും 1000 കൈയായാലും നമ്മളെ എല്ലാ അർത്ഥത്തിലും 10 ദിക്കും കാക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആ ദേവിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവരും ഈ പാരായണത്തെ ശ്രവിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി കേൾക്കുവാൻ ഉപകരിക്കുമാറാകട്ടെ.